എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പിന്നിലൊന്ന് അന്വേഷിച്ചു. എന്നോട് ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം. ആദ്യം നിങ്ങൾക്ക് എന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ദേവസ്ഥാനം ഫ്രീ ഡയാലിസിസ് സെന്റർ എന്നൊരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഒരു റേപ്പിസ്റ്റായി മുദ്രകുത്തപ്പെട്ട പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മൂത്ത മകൾ ഉണ്ണിമായിയാണ് ഞാൻ. 2 ദിവസം മുന്നേ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും, എല്ലാ മീഡിയയിലും നിറഞ്ഞു നിന്നൊരു വാർത്ത. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വിളിച്ചു വരുത്തി ഒരു യുവതിയെ പീഡിപ്പിച്ചുവെന്നും ക്ഷേത്രം ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ, ക്ഷേത്രം തന്ത്രി ഒളിവിൽ. ആദ്യമായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ. അരുൺ ക്ഷേത്രം ജീവനക്കാരനല്ല, എന്റെ അനിയത്തിയുടെ, അതായത് ഉണ്ണി ദാമോദരന്റെ 2ാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ്. പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്നൊരു ന്യൂസ് വന്നത്? കാരണം അച്ഛനും മകളുടെ ഭർത്താവും കൂടി ഒരു പീഡന കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എത്രത്തോളം വിശ്വസിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ KD ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാജ്, സ്വാമിനാഥൻ, കാശിനാഥൻ, അവരുടെ ഭാര്യമാരായ രജിത, അനഘ, ചന്ദന, മഹേശ്വരി, വെല്ലിമ്മമാരായ ലളിത, പ്രമീള, മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ മുതല് അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയാണ്, ക്ഷേത്രത്തിന്റെ മുതല് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ ധനം, ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് V കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടത്തുന്നുണ്ട്. 400ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന, സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട്. പ്രളയകാലത്ത് 15ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ. അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം. ക്ഷേത്രത്തിന്റെ ധനം കൊണ്ട് മൂർത്തിക്കല്ല, അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ 17-ാം തീയതി പ്രവീണും കൂട്ടരും തൃശ്ശൂർ കോടതിയിൽ ഒരു ഇൻജങ്ഷൻ ഫയൽ ചെയ്തു. എന്റെ ഹസ്ബൻഡായ സൂരജിനും അനിയത്തിയുടെ ഹസ്ബൻഡായ അരുണും ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇൻജക്ഷൻ. ഞങ്ങൾ ആ ഇൻജക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്ക് ആവുകയാണ് ഉണ്ടായത്. അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങള് സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണ് അവർ. അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ. അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക. കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം, അന്വേഷിക്കാം. ഭണ്ണാരം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക.
അച്ഛനെ കൊട്ടേഷൻ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക, ചെറിയ മക്കളാണുള്ളത് എനിക്കും അനിയത്തിക്കും, അവരെ ഉപദ്രവിക്കുക തുടങ്ങിയ കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടേബിളിലുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കണം. ഇതാണ് ഈ പറയുന്ന ആളുകൾ. രജിത, അനഘ പ്രവീൺ, ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ. സ്വാമിനാഥൻ, ചന്ദന ശ്രീരാജ്, മഹേശ്വരി, വേണുഗോപാൽ, ദേവദാസ്, കാശിനാഥൻ. ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ 5ഓളം FIR-കളുണ്ട്. അതിൽ ബണ്ണാര മോഷണം, അച്ഛനെ വധിക്കാനുള്ള ശ്രമം, ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ക്ഷേത്രം ഓഫീസ് തല്ലിപ്പൊളിച്ച് അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക, ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതിനെയാണ്. അനഘ കൈ കടിച്ചു പൊളിച്ചതാണ്. ഇത് ബണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയതിന് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്ട്രോയിൽ അഡ്മിറ്റ് ആയതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ മെയ് 15, 16 ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു. ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു. അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശ്ശൂരിൽ നടത്തി. അതിൽ അവർ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശ്ശൂർ റൂറൽ SP മുതൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നതെന്നാണ്. ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് 1 രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം. കാരണം ഞങ്ങളുടെ അച്ഛന് നൽകിയ അമ്പലം ഞങ്ങൾക്ക് കൈവശം വയ്ക്കുവാനായിട്ട് ആർക്കും കൈക്കൂലി കൊടുക്കുന്നതിന്റെ ആവശ്യകതയില്ല. നീതിയുടെയും ന്യായത്തിന്റെയും വഴിയിലൂടെ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പോയിട്ടുള്ളൂ. ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങൾ 6 ആൺപിള്ളേർ ഒരുമ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അവര് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനും എന്റെ അനിയത്തി വിഷ്ണുപ്രിയയും അമ്പലത്തിനും നാട്ടുകാർക്കും ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും വേണ്ടി ഏതറ്റം വരെ യുദ്ധം ചെയ്യുമെന്നുള്ളത്. അവസാനം അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ യാതൊരു മാർഗവും ഇല്ലാതായപ്പോ അവര് തൃശ്ശൂർ കോർട്ടിലും ഹൈക്കോടതിയിലും കേസുകൾ കൊടുത്തിട്ടുണ്ട്. സിവിൽ കേസുകളും മറ്റും 5ഓളം സിവിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. കോടതി അതിൽ ഇതുവരെ കോടതി പോലും ആ കേസുകൾ പരിഗണിച്ചിട്ടില്ല, ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല. അവസാനം നാടകീയമായി ജൂൺ 12-ാം തീയതി കർണാടകയിലെ ബലംപൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് അരുണിനെ അറസ്റ്റ് ചെയ്യാണ്. ഒരു FIR ഉണ്ട്. അച്ഛനും അരുണും റേപ്പ് കേസുകളിലെ പ്രതിയാണ്. 1-ാം പ്രതി അരുൺ, 2-ാം പ്രതി ഉണ്ണി ദാമോദരൻ. ഞങ്ങൾ അവരോട് കരഞ്ഞ് കാല് പിടിച്ചു.
കാരണം ഫെബ്രുവരി 3-ാം തീയതി മുതൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക? നിങ്ങൾ തന്നെ പറയും. 5ഓളം പോലീസുകാർ ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകലുമുണ്ട്. അവസാനം അവർ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയി. ഒപ്പം ഞാനും നമ്മുടെ 2 കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നത് ഏകദേശം പുലർച്ചയായി. അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ ചെന്ന് എനിക്ക് CI ബലമ്പൂർ സ്റ്റേഷനിലെ CI കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു, ചാറ്റ് ഫയൽസ്. അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. കാരണം അവന്റെ ചാറ്റ് മാത്രമുണ്ട്, ഈ ലേഡിയുടെ ചാറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ ആ ചാറ്റ് സ്ക്രീൻഷോട്ടിൽ പരിശോധിച്ചാൽ അറിയാം. മാർച്ച് 11, പിന്നെ ഡേറ്റ് മാർച്ച് 12, പിന്നെ ഡേറ്റ് മാർച്ച് 13. ഇതിന്റെ ഇടയിലുള്ള ചാറ്റുകൾ എവിടെ പോയി? നിങ്ങൾ അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് എന്നെയും അരുണേനെയും CIയുടെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അച്ഛനെ നാളെ ഉച്ചയാവുമ്പോഴേക്ക് ഇവിടെ എത്തിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കന്നഡ ലാംഗ്വേജ് എനിക്കറിയില്ല, എനിക്കറിയാവുന്നത് അവർക്ക് അറിയാവുന്നതുമായ ഭാഷയിലാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റിലായിരുന്നു നമ്മൾ. അപ്പൊ അവര് പറഞ്ഞു, എന്നെ അപ്പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഞാൻ അവിടെ നിന്ന് അലറി കരയാണ് ചെയ്തത്. ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അലറി കരഞ്ഞു. അപ്പൊ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവരൊരു ജീപ്പില് വനിതാ പോലീസുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ചേച്ചീനെ എടുക്കാനാണോ അറിയില്ല. അവര് വന്ന് നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് രാത്രി ഞാൻ ബാംഗ്ലൂര് കാറിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നിൽക്കാൻ എനിക്ക് പേടി, അവരെന്നെ കൊണ്ടുപോകുന്നു. ഞാൻ നേരെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, നമുക്കറിയില്ല പോലീസിന്റെ എന്താണ്, ഇവരെ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് നമുക്കറിയില്ല. അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, അമ്മേനെയും മക്കളെയും കൊണ്ട് അവിടെ നിന്ന് മാറിക്കോന്ന് പറഞ്ഞു. കാരണം അവര് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം, അവരെ കൊണ്ടുവരണം, എങ്ങനെ അവർക്ക് അച്ഛനെ ഇവിടെ എത്തിക്കണം, അതാണ് അവർ തമ്മിലുള്ള ഡീൽ. അനിയത്തി എന്റെ മകനും മകളും ഉണ്ട്. മോൾക്ക് ചെറിയ മോളാണ് 7 വയസ്സ്, മകന് 11 വയസ്സ്, അനിയത്തിയുടെ മകനുണ്ട് 9 വയസ്സ്. കരഞ്ഞ് തളർന്ന അമ്മയെയും 3 കുട്ടികളെയും കൊണ്ട് രാത്രിക്ക് അവള് വണ്ടി എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അച്ഛനെ കാണാണ്ട് കരഞ്ഞ് തളർന്ന ഒരമ്മ എന്റെ വീട്ടിലുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയാം, ഒരു നാട്, ഒരു ജനത മുഴുവൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞിരുന്നോണ്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പിന്നിലൊന്ന് അന്വേഷിച്ചു. എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, പ്രവീൺ മാർത്തഹള്ളി കോരമംഗലം ഭാഗത്ത് പ്രവീണിനെ പല ദിവസങ്ങളിലായി 4 മാസങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന്. ഈ സ്ത്രീയുടെ വിക്ടിമിന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് കോരമംഗലമാണ്, JJ കോടതി. ഞാൻ ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പോർട്ടല്, അന്തിക്കാട് തൃശൂർ DIG, ഇരിങ്ങാലക്കുട റോഡ്, അവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണം, പുറത്തു കൊണ്ടുവരണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്ത്രീ ഇങ്ങോട്ട് വന്ന കാറിന്റെ നമ്പർ ഫേക്ക് ആണ്. ഞാൻ പരിശോധിച്ചു. ഇവർ അമ്പലത്തിൽ ഈ ഇഷ്യൂസ് ഒക്കെ നടന്നത് കാരണം അമ്പലത്തിനകത്തും പുറത്തും ക്യാമറകളുണ്ട്. അമ്പലത്തിനുള്ളില് ഒരു സ്പോട്ട് പോലും ക്യാമറയിൽ പെടാതെ പോകില്ല. ഞങ്ങൾ അത് മുഴുവൻ പരിശോധിച്ചു. ഈ സ്ത്രീ പുറത്തു വന്ന് ഇറങ്ങി. അവര് 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. 3 സ്ത്രീകൾ അകത്ത് കയറി, ഒരു സ്ത്രീ പുറത്തിരുന്നു. എന്നിട്ട് അവരകത്ത് കയറി വെറുതെ വലം വെച്ച് ചിരിച്ചു നടന്നു, ഫോട്ടോസ് എടുത്തു, പോയി. ഇത്രയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ തെളിവുകള് ഞാൻ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം.
ഞാനിത് അവിടെ അന്വേഷിച്ചു, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ വഴി അന്വേഷിച്ചപ്പോ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പില്. കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. വേറെ എന്തിനു വേണ്ടിയല്ല. ഞാൻ ഈ ഇഷ്യൂ തുടങ്ങി അന്തിക്കാട് സ്റ്റേഷനിൽ അജിത് സാറിന്റെ മുന്നിൽ SI ആയിരുന്ന അജിത് സാറിന് മുന്നിൽ ചെന്നിരുന്ന എന്റെ അച്ഛന് വേണ്ടി സംസാരിച്ചപ്പോ അന്ന് അവരെ വിളിപ്പിച്ചിരുന്നു. ദേവദാസ് എന്നോട് അലറിയത്, അത് പറഞ്ഞത് അതേ കോട്സിൽ ഞാൻ പറയാണ്, നീ പെണ്ണാണ്, നീ ഇവിടെ വന്നിരുന്ന് ചിലക്കേണ്ട എന്നാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, സമ്മതിച്ചു എന്ന് വെച്ച് ഒരച്ഛന്റെ അഭിമാനം ആണിനും പെണ്ണിനും ഒരേപോലെയാണ്. ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇതുപോലെ, ഇന്ന് എനിക്കിത് പ്രതികരിക്കാൻ ഒരു വേദിയുണ്ട്, എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടി. പക്ഷെ ഇതുപോലെ ഇതിലകപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്, കരഞ്ഞു തീർക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്. എനിക്കിതിനു പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അത് ഈ പ്രവീണ സംഘവും മാത്രമല്ല, അകത്തും പുറത്തുമായി അവരെ സഹായിച്ച എല്ലാവരെയും, പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവരെ പുറത്തു കൊണ്ടുവരണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമായിരുന്നു ആ ഡയാലിസിസ് സെന്റർ, സൗജന്യ ഡയാലിസിസ് സെന്റർ. ഈ ജനുവരിയിൽ ഇനോഗ്രേഷൻ നടക്കേണ്ടതായിരുന്നത്. അത് തുറന്ന് പ്രവർത്തിക്കണം എന്നത് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്. അത് തുറന്ന് പ്രവർത്തിക്കണം. ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജൂൺ 2-ാം തീയതി പ്രവീയുടെ വീട്ടില് ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത്, ബലന്തൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത്, ഒരു മലയാളി വക്കീലും ഒരു സ്ത്രീയും വന്നാണ് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നാണ്. 2 ഇനോവ 95,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് തൃശ്ശൂര് ഹോട്ടലിൽ വന്ന് താമസിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും മലയാളിയാണ്. ആ മലയാളി ആരാണ് എനിക്കറിയണം. നിങ്ങൾ അന്വേഷിക്കണം, കേരളത്തിലെ പോലീസ് അന്വേഷിക്കണം, ജനങ്ങൾ അന്വേഷിക്കണം. ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്ന കോൺസ്പിറസി എന്താണ്, ഇതിന് പിന്നിലുള്ള ആളുകളെല്ലാം ആരെല്ലാമാണ്, അവരെ പുറത്തു കൊണ്ടുവരണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ് വന്നത്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല, കാരണം എനിക്ക് എന്റെ അമ്മേനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. കരഞ്ഞ് തളർന്നു കിടക്കുകയാണ് എന്റെ അമ്മ. എന്റെ മക്കളോട്, ചെറിയ മോള് കരയാണ് അമ്മേനെ കാണാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലുള്ളൂ. ആ ഡയാലിസിസ് സെന്റർ എന്ത് വില കൊടുത്തും തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടു. അതും പറഞ്ഞത് മാർച്ച് 8-ാം തീയതി അവന് മെസ്സേജ് വന്നു ഈ സ്ത്രീയുടെ. തുടർന്ന് പല പല മെസ്സേജുകൾ വന്നു. റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അവൻ, ഇല്ല എന്ന് പറയുന്നില്ല. ഹണി ട്രാപ്പാണ്. അതില് ഒരു ഭാഗത്തെ ചാറ്റുകൾ മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത്. സുഹൃത്തെ, ഞാനൊരു പെണ്ണാണ്. എന്റെ അനുവാദമില്ലാതെ എന്നോട് ഒരാൾ എത്ര ദിവസം ചാറ്റ് ചെയ്യും? നിങ്ങൾ ചിന്തിക്കൂ. എന്റെ അനുവാദമില്ലാതെ എന്നോട് ഒരു പുരുഷൻ എത്ര നാൾ ചാറ്റ് ചെയ്യും? എന്റെ അനുവാദമില്ലാതെ ഒരു ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. റേപ്പ് ചെയ്യുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു അവര്. കേരള പോലീസിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കട്ടെ. സിവിൽ കേസിൽ അവർക്ക് ഒരു വിധിയും ഇതേവരെ കിട്ടിയിട്ടില്ല. കാരണം അത് ഫ്രെയിം ചെയ്തതാണ്. അവർക്ക് അതിൽ ആ അമ്പലത്തിൽ യാതൊരു വിധ അവകാശവും ഇല്ല. അതിന്റെ പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ണി ദാമോദരനാണ് അച്ചാച്ചനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല,
രണ്ട് കുടുംബമല്ല, ദാമോദരന്റെ മക്കള് തമ്മിലുള്ളതാണ്. ഉണ്ണി ദാമോദരൻ, ദേവദാസ് വേണുഗോപാൽ. സുഹൃത്തെ, വിശ്വാസത്തിന്റെ മറവില് ഒരു അച്ഛനെ റേപ്പ് കേസിൽ ഇതാക്കി അവിടെ ഗുണ്ടായിസം നടത്തിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ നടക്കുന്നതാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. അന്തിക്കാട് സ്റ്റേഷനില് ആരാണ് പെരുമാറിയത്? പെരുമാറിയ ആളുടെ പേര് തരൂ. അവിടെ സെക്യൂരിറ്റി സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. അത് നിർത്താനുള്ള കാരണം ഞങ്ങളുടെ ആ കോമ്പൗണ്ടിൽ തന്നെയാണ്, അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്. അവിടെ അച്ഛനും അമ്മയും ഞങ്ങളും മക്കളും മാത്രമാണ് താമസിക്കുന്നത്. ഇവര് രാത്രി 11 മണി നേരത്ത് ക്ഷേത്രം കോമ്പൗണ്ടിന് പുറത്ത് വന്നു നിന്നിട്ട് വാതില് തുറക്ക്, ഞങ്ങൾക്ക് അകത്ത് കയറണം എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഞാൻ നൽകാറുണ്ട്. ചേട്ടൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ കാണിക്കുന്നത്. രാത്രി 11:30-12 മണി നേരത്ത് കള്ളു കുടിച്ചു വന്നിട്ട് ഗോപുരവാതിൽ തുറത്ത് ഞങ്ങൾക്ക് അകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പെൺകുട്ടികളും അച്ഛനും അമ്മയും കുട്ടികളും മാത്രമാണ് താമസിക്കുന്നത്. ഞങ്ങളെ എറണാകുളത്തെ ഒരു കുപ്രസിദ്ധ കൊട്ടേഷൻ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കണ്ടേ? ഞങ്ങൾ സെക്യൂരിറ്റി സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. അവരുടെ ആധാർ കാർഡും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഇരിങ്ങാലക്കുട റൂറലിലും അന്തിക്കാർഡും കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കാം പോലീസ്. അവര് പൂജയ്ക്കാണ് വന്നത് എന്ന് പറയുന്നു. എന്ത് പൂജയ്ക്കാണ്? അവർ അവിടെ ഒരു പൂജയും ചെയ്തിട്ടില്ല. അതിന്റെ വീഡിയോസ് ഞാൻ USB-യിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചേട്ടന് ഹണി ട്രാപ്പ് എന്താണെന്ന് അറിയില്ലേ? അരുൺ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നതാണ് കൂടുതലും ചാറ്റ് കാണുന്നത്. നിങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തമിഴാണോ തെലുങ്കാണോ, തമിഴ് അറിയില്ലേ, തമിഴ് ചാറ്റ് ഉണ്ട്, അത് നിഷേധിക്കുന്നില്ല. ഇത്രയൊന്നും അറിയാതെ അവരുടെ ഐഡന്റിറ്റി അറിയാതെ അവരുടെ ഐഡന്റിറ്റി അവരെ കൊണ്ട് റിവീൽ ചെയ്യുകയായിരുന്നു അരുൺ ചെയ്യുന്നത്. അതായത് അരുണിന്റെ ചാറ്റ് ക്ലിയർ ആണ്. രാത്രി 12 മണിക്കും 11 മണിക്കൊക്കെയാണ് അരുൺ വീഡിയോ ട്രൈ ചെയ്യുന്നത്. ചാറ്റ് മാത്രമല്ല വീഡിയോ കോളും ഉണ്ട്, ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതായത് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ കണ്ണടച്ചതിനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ ചോദിച്ചേ. അല്ല, അപ്പോഴൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ആരോപിക്കാനുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷെ അതല്ലാതെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ചാറ്റ് പുരുഷൻ കൊടുക്കുമ്പോൾ അത് ഹണി ട്രാപ്പ് ആണെന്നും അവര് അത്തരത്തിൽ നിങ്ങളുടെ ബന്ധു സമീപിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ പറഞ്ഞല്ലോ, അരുൺ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, അരുൺ സംസാരിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കോള് സംസാരിച്ചിട്ടുണ്ട്. ഒരു സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട്. രണ്ടുപേരുടെയും സമ്മതത്തോടെയുള്ള ചാറ്റ് റേപ്പിൽ പെടില്ല. കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് റേപ്പിൽ പെടില്ല. അല്ല, ഞാൻ കണ്ടതാണ്. മറുപടിയല്ല, നിങ്ങൾക്ക് കിട്ടിയ ചാറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയായിരിക്കും. ചോദിക്കുന്നുണ്ട് ഉണ്ട്. അതല്ല, ഞാൻ അരുൺ ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അരുൺ ചാറ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ട്, അത് നേരെ കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സമ്മതിക്കുന്നു. അതെങ്ങനെയാണ് റേപ്പ് ആവുക? നിങ്ങൾ പറയും. ഞങ്ങളത് റിട്രീവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സുഹൃത്തെ, ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ്. എല്ലാ എവിഡൻസും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. അന്വേഷണ സംഘത്തിന് ഞാനത് കൊടുക്കും. ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ്. ഇത് ട്രാപ്പാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന്റെ പ്ലേ ആണ്, നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ 2 കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ്. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കും.
സുഹൃത്തെ, എല്ലാതും ഒരു പ്രസ് റിലീസിൽ, അത് ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ്, എല്ലാതും പ്രസ് റിലീസിൽ പറയാൻ പറ്റില്ല. ഇവിടെയും കൊടുക്കും, ബാംഗ്ലൂരും കൊടുക്കും. ഇത് തെളിയിക്കാൻ ഏതറ്റം വരെയും പോരാടും, ഏതറ്റം വരെയും നിയമത്തിന്റെ വഴിയിൽ പോരാടും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനിറങ്ങിയിട്ടുള്ളത്. കാരണം ഞാൻ ഇത് ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോ ഇതൊരു റാക്കറ്റ് ആണ്. ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്, ഒരുപാട് അമ്മമാരുടെ കണ്ണീരുണ്ട്, ഒരുപാട് പെങ്ങന്മാരുടെ കണ്ണീരുണ്ട്, ഒരുപാട് ഭാര്യമാരുടെ കണ്ണീരുണ്ട്. അവർക്ക് വേണ്ടി പൊരുതാൻ കൂടിയാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ എന്റെ അച്ഛനും സഹോദരി ഭർത്താവിന് വേണ്ടി പെരുതാൻ മാത്രമല്ല. അതെ, പ്രവീൺ കഴിഞ്ഞ 4 മാസത്തോളമായി കർണാടകയിലുണ്ട്. ബാംഗ്ലൂരുണ്ട്, മാർത്തഹള്ളി, കോരമംഗല ലൊക്കേഷനിലുണ്ട്. അന്വേഷിച്ചോളൂ, അവന്റെ ലൊക്കേഷൻ എടുക്കാം, CDR കോൾ റിപ്പോർട്ട് എടുക്കാം. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ല, പോലീസിന് കൊടുക്കും. ഇതിലെ മീഡിയ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാ തെളിവും പോലീസിന് കൊടുത്ത് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നോട് ഇല്ലല്ലോ. എനിക്ക് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കേൾച്ചത്. തെളിവുണ്ട്, വെറുതെ പറയുന്നതല്ല, തെളിവുണ്ട്. ആരോപണമല്ല, ഞങ്ങൾക്കിപ്പോ ഞാൻ പറയുന്നത് തെളിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് ആരോപണമായിട്ട് നിൽക്കില്ലേ? നിങ്ങൾ തെളിവുണ്ട്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നാൽ ഞാൻ ആ തെളിവ് അവർക്ക് കൊടുക്കും. ഇപ്പോ ഇവിടെ വന്നാൽ ഇതിലപ്പുറം ഞാൻ എന്താ പറയേണ്ടത്? ഇപ്പോ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നാൽ ഈ തെളിവ് ഞാൻ അവർക്ക് കൈമാറും. അല്ല, CI ബലന്തൂർ സ്റ്റേഷനിലെ CI കാണിച്ചു തന്ന ഫയലില് അവര് ആദ്യമായി വന്നത് നവംബർ 16-ാം തീയതിയാണ്, 2024. 2024 സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഞങ്ങള് ഡയാലിസിസ് സെന്ററിന്റെ സെപ്റ്റംബർ 22-ാം തീയതി ഡയാലിസിസ് സെന്ററിന്റെ അനൗൺസ്മെന്റ് നടക്കുന്നു. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ 16-ാം തീയതി ആദ്യമായി ഈ സ്ത്രീ ദേവസ്ഥാനത്ത് വരുന്നു. നവംബർ 16 എന്നുള്ളത് ഞാൻ CIയുടെ ഫയലിൽ കണ്ടതാണ്. അതിനുശേഷം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്റെ CCTV USB-യിലാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീ വരുമ്പോ അരുൺ അമ്പലത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. FIR പറയുന്നത് റേപ്പ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 64 ആണ്. ഞാൻ ഇതിന്റെ FIR-ന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. അവര് പറയുന്നത് ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ്. നിങ്ങൾ അമ്പലം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരി 3-ാം തീയതി തൊട്ട് ആ ക്ഷേത്രത്തിന് പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് പറയുന്നത് നിങ്ങൾ? അതെ, ഞാൻ ചോദിച്ചു അവരോട് വീഡിയോ ദൃശ്യങ്ങളുണ്ടോ പോലീസുകാരോട്. അവര് പറഞ്ഞത് ഉണ്ടായിരിക്കാം എന്നാണ്. ഇത് അവര് ഭണ്ണാര ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഈ പറയുന്നത് ഒന്നും ആരോപണമല്ല. എല്ലാത്തിനും
പോയിന്റ് ടു പോയിന്റ് തെളിവുമായിട്ടാണ്